ഹായ് ഓൾ, എല്ലാവർക്കും പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് അടുത്ത മന്തിൽ അപ്കമിങ് ആയിട്ടുള്ള നമ്മുടെ ട്രേസർ എക്സാമിന്റെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്കറിയാം ട്രേസർ എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ സിലബസ് വന്ന പ്രകാരം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്ട്സ് എന്ന് പറയുന്നത് സർവേയിങ് ആണ്, പിന്നെ ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ആണ്. അതുപോലെ തന്നെ പിന്നീട് നമുക്കുള്ളത് നമ്മുടെ എഞ്ചിനീയറിംഗ് ഡ്രോയിങ് അല്ല, യൂണിറ്റ്സ് ആൻഡ് മെൻസുറേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കും ആണ്. ഓക്കെ, അപ്പം ഇത്രയും ടോപ്പിക്സ് ആണ് ഇതിനകത്ത് ഉള്ളത്. അപ്പം നമ്മൾ കുറച്ച് ടോപ്പിക്സ് വീതമാണ് ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ ഒരു സെഷൻ കാണാം, ഓവർസിയറിന്റെ ഒരു സെഷനകത്ത് നമ്മൾ കുറച്ച് ബിൽഡിംഗ് മെറ്റീരിയൽസ് ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് നമ്മൾ സർവേയിങ്ങിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓവർസിയർ ലെവൽ അല്ലെങ്കിൽ ITI ലെവൽ നിമി ബേസ്ഡ് ബുക്കുകളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് സെഷനിലേക്ക് കടക്കാം. First question, type of surveying in which the mean surface of earth is considered as a plane and spheroidal shape is neglected is called as. Options or topographic survey, hydrographic survey, geodetic survey and plane survey. അതായത് നമ്മുടെ എർത്ത് സർഫസിനെ പ്ലെയിൻ ആയിട്ട് കൺസിഡർ ചെയ്ത് നമ്മുടെ എർത്തിന്റെ സ്പിറോയിഡ് ഷേപ്പ് നെഗ്ലക്ട് ചെയ്ത് നടത്തുന്ന സർവേയിങ്ങിനെ വിളിക്കുന്ന പേരെന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ആൻസേഴ്സ് അറിയാവുന്നവർ കമന്റ് ചെയ്യാം. യെസ്, ആൻസർ ഓപ്ഷൻ ഡി ആണ്, പ്ലെയിൻ സർവേയിങ് ആണ്. പ്ലെയിൻ സർവേയിങ്ങിലാണ് നമ്മൾ എർത്തിന്റെ സ്പെറിക്കൽ ഷേപ്പ് ഒഴിവാക്കി നമ്മൾ ജിയോഡറ്റിക് അല്ലെങ്കിൽ നമ്മുടെ സ്പെറോയിഡ് ഓപ്സൈഡ് സ്പെറോയിഡ് എന്നൊക്കെ പറയും, അതാണ് നമ്മുടെ എർത്തിന്റെ ഷേപ്പ്. അത് ഒഴിവാക്കി നമ്മൾ എർത്തിന്റെ സർഫസ് പ്ലെയിൻ ആയിട്ട് കൺസിഡർ ചെയ്ത് നടത്തുന്ന സർവേയിങ് ആണ് പ്ലെയിൻ സർവേയിങ് എന്ന് പറയാം. ഓക്കെ, ദാറ്റ് ഇസ് കറക്റ്റ്, ആൻസർ കറക്റ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, റെപ്രസെന്റിംഗ് ലാർജ് സ്കെയിൽ ഓൺ ദി സർഫസ് ഓഫ് ദി എർത്ത് ഇസ് പ്ലാൻ, മാപ്പ്, സ്കെയിൽ, ഏരിയ. ലാർജ് സ്കെയിലിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതിന് വിളിക്കുന്ന പേരെന്താണ്? പ്ലാൻ, മാപ്പ്, സ്കെയിൽ, ഏരിയ. ഓപ്ഷൻ എ, യെസ്, ഓപ്ഷൻ എ പ്ലാൻ ആണ് കറക്റ്റ് ആൻസർ. മാപ്പ് അല്ല, പ്ലാൻ. അടുത്ത ക്വസ്റ്റ്യൻ, the length of a line measured with a 20-meter chain was found to be 250 meter. Calculate the true length of the line if the chain was 10 centimeter too long. 20 meter ചെയിൻ വെച്ചിട്ട് മെഷർ ചെയ്ത ലെങ്ത് ആണ് 250 മീറ്റർ. നമ്മുടെ ചെയിനിന്റെ ലെങ്ത് 10 സെന്റിമീറ്റർ കൂടുതലായിരുന്നെങ്കിൽ നമ്മൾ ട്രൂ ലെങ്ത് എത്രയാണ് എന്നുള്ളതാണ്. ട്രൂ ലെങ്ത് കണ്ടുപിടിക്കേണ്ട ഫോർമുല, ട്രൂ ലെങ്ത് ഇസ് ഈക്വൽ ടു എന്താണ്? മെഷേർഡ് ലെങ്ത് ഇൻറ്റു ഇൻകറക്റ്റ് ലെങ്ത് ഓഫ് ദ ചെയിൻ ഓർ ടേപ്പ് divided by designated length. മെഷേർഡ് ലെങ്ത് ഇവിടെ എത്രയാണ്? 250 മീറ്റർ ആണ്. ഇൻകറക്റ്റ് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 സെന്റിമീറ്റർ ടു ലോങ് ആണ്. സോ 20 മീറ്റർ ചെയിൻ ആണ്. 20 പ്ലസ് 0.1 ദാറ്റ് ഇസ് 20.1 ഡിവൈഡഡ് ബൈ 20. ആൻസർ എന്ത് വരും? ഓപ്ഷൻ ബി, 251.25. Next question,
The difference between two measured quantities, measured values of the same quantity. ഒരേ ക്വാണ്ടിറ്റിയുടെ തന്നെ രണ്ട് മെഷേർഡ് വാല്യൂസിന്റെ ഡിഫറൻസ്. പ്രിസിഷൻ, അക്യുറസി, ഡിസ്ക്രിപ്പൻസി, എറർ. ഡിസ്ക്രിപ്പൻസി, എറർ. എന്താണ് ആൻസർ? എറർ അല്ല, ഇറ്റ് ഇസ് ഡിസ്ക്രിപ്പൻസി. ഓപ്ഷൻ സി ആണ്. Next question. Which method consists, കുറച്ച് പേര് ഡി ഒക്കെ പറഞ്ഞു. Which method consists in counting the number of paces between two points of a line? രണ്ട് പോയിന്റുകളുടെ ഇടയിൽ നമ്പർ ഓഫ് പേസസ് കൗണ്ട് ചെയ്യുന്ന മെത്തേഡ് ഏതാണ്? ചെയിനിങ്, പേസിംഗ്, ലെവലിംഗ്, കോണ്ടൂറിംഗ്. യെസ്, ഓപ്ഷൻ ബി, പേസ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻസ്ട്രുമെന്റ് ഫോർ രജിസ്റ്ററിംഗ് ദ നമ്പർ ഓഫ് റെവല്യൂഷൻസ് ഓഫ് എ വീൽ ഇസ് ഓഡോമീറ്റർ, പെഡോമീറ്റർ, സ്പീഡോമീറ്റർ, ചെയിനിങ്. നമ്പർ ഓഫ് റെവല്യൂഷൻസ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഇൻസ്ട്രുമെന്റ്. യെസ്, ഓഡോമീറ്റർ. ഓപ്ഷൻ എ. പെഡോമീറ്റർ ആണോ? ഓഡോമീറ്റർ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. In case to get a well proportioned or well shaped triangle, no angle should be less than 15 degree, 30 degree, 45 degree, 25 degree. ഒരു വെൽ പ്രപ്പോർഷൻഡ് അല്ലെ വെൽ ഷേപ്ഡ് അല്ലെ വെൽ കണ്ടീഷൻഡ് ട്രയാങ്കിൾ എന്ന് പറയും. അതിനൊക്കെ നമുക്ക് കിട്ടാൻ വേണ്ടി ഒരു ആംഗിളും എത്രയിൽ കുറയാൻ പാടില്ല? യെസ്, ഓപ്ഷൻ ബി, 30 ഡിഗ്രി. 30 degree, correct. 30 to 120, correct. Chains are made up of high steel carbon, galvanized mild steel, copper coated iron. Galvanized mild steel, option B, correct. അടുത്ത ക്വസ്റ്റ്യൻ. മെട്രിക് ചെയിൻസ് ആർ ജനറലി അവൈലബിൾ ഇൻ 15 മീറ്റർ, 120 മീറ്റർ, 20 മീറ്റർ, 25 മീറ്റർ. മെട്രിക് ചെയിൻ്റെ അവൈലബിലിറ്റി ഏതൊക്കെ സൈസുകളിലാണ്? Yes, option C, 20 meter. Next question. How many number of links in case of Gunder's chain? Gunder's chain എത്ര number of links ഉണ്ട്? 66, 100, 50, 80. അല്ല, ബി ആണ്. 100 ലിങ്ക്സ് ആണ് Gunder's chain.
ഓക്കെ, അപ്പം നമ്മുടെ ചെയിനുകളൊക്കെ ഒന്ന് നോക്കാം. ആദ്യം നമുക്ക് റവന്യൂ ചെയിൻ ആണ്. റവന്യൂ ചെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 33 ഫീറ്റും 16 ലിങ്ക്സും ആണുള്ളത്. ഇനി ഗണ്ടേഴ്സ് ചെയിൻ അല്ലെങ്കിൽ നമ്മൾ അതിനെ സർവേയേഴ്സ് ചെയിൻ എന്നും വിളിക്കാറുണ്ട്. ഗണ്ടേഴ്സ് അല്ലെങ്കിൽ സർവേയേഴ്സ് ചെയിൻ, അതാണ് 66 ഫീറ്റും 100 ലിങ്ക്സ്. ഓക്കെ, പിന്നീട് അടുത്തതാണ് എഞ്ചിനീയേഴ്സ് ചെയിൻ, എളുപ്പമുള്ളത്. 100 ഫീറ്റും 100 ലിങ്ക്സും ആണ്. ഓക്കെ, ഇനി 20 മീറ്റർ ചെയിൻ ഉണ്ട്, 30 മീറ്റർ ചെയിൻ ഉണ്ട്. 20 മീറ്റർ ചെയിനിൽ 100 ലിങ്ക്സും 30 മീറ്റർ ചെയിനിൽ 150 ലിങ്ക്സും ആണ്. ഒരു ലിങ്കിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 0.2 മീറ്റർ അല്ലെങ്കിൽ 20 സെന്റിമീറ്റർ ആണ്. Okay, the more experience of the chainman should be rear end, intermediate end, final end, leader. Yes, rear endilana more experienced ആയിട്ടുള്ള ആൾ നിൽക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, എവറി 20 മീറ്റർ ചെയിൻ ഷുഡ് ബി അക്യുറേറ്റ് വിതിൻ +or- 2 mm, +or- 5 mm, +or- 8 mm, none of the above. +or- 5 mm. ഇനി 30 മീറ്റർ ആയിരുന്നെങ്കിൽ +or- 8 mm ആയാണ്. അടുത്തത്, plumber lines at 2 different places in geodetic surveying will intersect at the surface of the earth, intersect at the center of the earth, parallel to each other, perpendicular to each other. Yes, option B, intersect at the center of the earth. Next question, the main principle of surveying is to work from part to whole, whole to part, higher level to lower level, from lower level to higher level. Whole to part. Next question, how many number of links in case of a revenue chain? Revenue chain എത്ര ലിങ്ക് ആണ്? നേരത്തെ എല്ലാ ടൈപ്പ് ഓഫ് ചെയിനും പറഞ്ഞാണ്. Option C, 16 links. Next question, inward tape are made up of an alloy of nickel and steel, copper and steel, tin and steel, aluminum and steel. Inward tape ഉണ്ടാക്കിയിരിക്കുന്നത് ഏത് അലോയ് വെച്ചിട്ടാണ്? Inward tape are made up of an alloy of nickel and steel, copper and steel, tin and steel, aluminum and steel. Yes, option A, nickel and steel. Next question, in the surveys, the slope correction applied to the baseline is always cumulative, compensating, sometimes cumulative and sometimes compensating, none of these. Slope correction is always cumulative. Option A.
Next question, if h is the height difference between endpoints of a chain of length L, the required slope correction is? Yes, it's square by 2L. At the question, SAC correction in surveys is always positive, negative, zero, none of these. SAC correction is always negative. Positive or negative, option B. At the question, which of the following surveys is carried out to locate the premises, streets, water supply, and sanitary system? City survey, local survey, topographical survey, engineering survey. Premises, street, water supply, sanitary system ഒക്കെ ലൊക്കേറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന സർവേ ഏതാണ്? സിറ്റി, ലോക്കൽ, ടോപ്പോഗ്രഫിക്കൽ, എഞ്ചിനീയറിംഗ് സർവേ. യെസ്, സിറ്റി സർവേ, ഓപ്ഷൻ എ. A survey which is carried out to determine the precise position on the surface of the earth of a system of widely distant points is plane survey, geographical survey, geodetic survey, topographical survey. Yes, geodetic survey. The basic principle of survey working whole to part is related to making plotting easier, making plotting is centered to boundary, locating minor errors. Minor errors will be magnified and uncontrollable. Localizing minor errors, option C. At the question, during surveying, the curvature of Earth is taken into consideration only if the extent of survey is at least 100, 160, 300, 260. Yes, 260, 250 ഒക്കെ ഓപ്ഷനിൽ വരാറുണ്ട്. At the question, the art of determining the relative position of distinctive features on the surface of the earth or beneath the surface of the earth by means of measurement of distance, direction, and elevation is called astronomy, surveying, leveling, geodesy. Yes, survey. At the question, for a triangle at the Earth's surface having an area of 195 meters square, difference between the sum of angle in a plane triangle and spherical triangle is 1 second, 2 minutes, 60 seconds, 10 minutes. ഇത് ഏത് കേസ് ആണെങ്കിലും ഡിഫറൻസ് ബിറ്റ്വീൻ സം ഓഫ് ആംഗിൾസ് ഇൻ എ പ്ലെയിൻ ട്രയാങ്കിൾ ആൻഡ് സ്പെറിക്കൽ ട്രയാങ്കിൾ എത്താണ്? 1 സെക്കൻഡ്. Surveying used to determine additional details such as boundaries of fields is called as city surveying, location surveying, cadastral surveying, topographical surveying. ഏതാണ്? എല്ലാവരും എ ആണല്ലോ പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് കഡസ്റ്റൽ സർവേയിങ്. At the question, the headquarters of the Survey of India is located at Dehradun ആണ് കറക്റ്റ് ആൻസർ.
Next question, which one of the following surveys is employed for collecting sufficient data in connection with sewage proposal and water supplies work? Topographic survey, cadastral survey, geodetic survey, cross-sectioning and profile leveling. Cross-sectioning and profile leveling. Option D. Which one of the following closely represents the shape of the earth? Option C. Oblate spheroid of revolution. Next, in order to determine the natural features such as valleys, rivers, lakes, etc., the surveying preferred is city surveying, location surveying, cadastral surveying, topographical surveying. ഇതാണ് topographical survey. Next question, geodetic survey of India was done using triangulation, traversing, tri-alteration, none of these. Option A, triangulation. Next, a 30-meter chain was found to be 0.1 centimeter too short throughout the measurement. If the distance measured is recorded as 300 meter, then the actual distance measured will be. True length is equal to measured length into incorrect length by measured length is around 300. Third answer. Yes, 299 meter. Next question, offsets are lateral measurement made with respect to main survey line, perpendicular erected from chain line. In order to avoid unnecessary walking between station, measurement which are not made at right angles to the chain. Offset എന്ന് പറഞ്ഞാൽ ഇത് സോറി ഓപ്ഷൻ എ മെയിൻ സർവേ ലൈനിൽ നിന്ന് lateral എടുക്കുന്ന measurements. Next question, true length of a line is known to be 200 meter. When this is measured with a 20 meter tape, the length is 200.80. The correct length of 20 meter tape is. വീണ്ടും measured length into incorrect length by correct length. Measured length 200.80 into incorrect length measured length എത്രയാണ് 200 into 200.80
Sorry. $200.80 into incorrect length അറിഞ്ഞൂടാ divided by 20 is equal to സോൾവ് ചെയ്ത് പറഞ്ഞേ. കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് സ്ലോപ്പ് കറക്ഷൻ ഫോർ എ ലെങ്ത് ഓഫ് 30 meter അലോങ് എ ഗ്രേഡിയന്റ് ഓഫ് 1/20? പറഞ്ഞോളൂ, ആൻസേഴ്സ് അറിയാനൊരു കമന്റ് ചെയ്തോളൂ. തെറ്റാണോ? ഇത് നിന്നോട്ടെ, ചെയ്യാട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഇതിന് ആൻസർ നിങ്ങൾ പറയണം. 20 meter ചെയിൻ, അതിന്റെ ക്വസ്റ്റ്യനൊക്കെ നമുക്ക് വരാം കേട്ടോ, അതൊരു മിസ്റ്റേക്ക് ഉണ്ടത്. 20 meter ചെയിൻ വാസ് ഫൗണ്ട് ടു ബി 10 centimeter too long after chaining a distance of 2000 meter. It was found to be 18 centimeter too long at the end of day's work after chaining a total distance of 4000 meter. What is the true distance if the chain was correct before the commencement of the day's work? രണ്ട് പാർട്ടായിട്ടൊക്കെ മെഷർമെന്റ് എടുത്തതാണ്. ആദ്യം കറക്റ്റ് ആയിരുന്നു, പിന്നീട് തെറ്റ് സംഭവിച്ചു ചെയിൻ്റെ ലെങ്ത്തിന്. അങ്ങനെയാണെങ്കിൽ ട്രൂ ഡിസ്റ്റൻസ് എത്ര? ഓക്കെ, അപ്പൊ നമുക്ക് ഓക്കെ, അപ്പോൾ നമ്മൾ 3 പോയിന്റ് എടുത്തു. അപ്പം നമ്മൾ എന്താ ഫസ്റ്റ് ചെയ്യുന്നത് എന്താണ്? ഫസ്റ്റ് നമ്മൾ ഒരു 2000 മീറ്റർ ചേഞ്ച് ചെയ്യാം. ഇറ്റ് വാസ് ഫൗണ്ട് ടു ബി 10 centimeter ടു ലോങ്. ആദ്യം എറർ ഒന്നും ഇല്ലായിരുന്നു പറഞ്ഞായിരുന്നു. സോ 20 മീറ്റർ. ഓക്കെ, അപ്പോൾ നമുക്ക് 2000 മീറ്റർ മെഷർ ചെയ്തു. ഇറ്റ് വാസ് ഫൗണ്ട് ടു ബി 18 centimeter ടു ലോങ് ആഫ്റ്റർ ദ എൻഡ് ഓഫ് എ ഡേയ്സ് വർക്ക് ആഫ്റ്റർ ചെയിനിങ് എ ടോട്ടൽ ഡിസ്റ്റൻസ് ഓഫ് 4000 മീറ്റർ. ഇനി 4000 മീറ്റർ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ ചെയിൻ എന്ന് പറയുന്നത് 12 സെന്റിമീറ്റർ ലോങ് ആണ്. വേണമെങ്കിൽ നമുക്ക് ആവറേജ് വാല്യൂ എടുക്കാന്നുള്ളതാണ്. കാര്യം ഇവിടെ ബി എത്തിപ്പോൾ 10 സെന്റിമീറ്റർ ടു ലോങ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ചെയിൻ വാസ് ഫൗണ്ട് ടു ബി 10 centimeter ടു ലോങ് ആഫ്റ്റർ ചെയിനിങ് എ ഡിസ്റ്റൻസ് ഓഫ് 2000 മീറ്റർ. അപ്പം ഇങ്ങനെയാണ് രണ്ട് പോയിന്റുകൾ. ഓക്കെ, അപ്പം നമുക്ക് എ ടു ബി എടുത്തു കഴിഞ്ഞാൽ ആവറേജ് എറർ എടുക്കാം. ആദ്യം ലെങ്ത് 20 ആയിരുന്നു, പിന്നീട് അത് 20.10 ആയി ഡിവൈഡ് ബൈ 2. ദാറ്റ് ഈസ് നമ്മുടെ എറർ എന്ന് പറയുന്നത് 20.05 ആയി ആദ്യത്തെ കേസിൽ. ഇനി അടുത്തത് ബി സി എന്ന് പറയുന്ന പോർഷൻ എടുക്കുവാണ്. ബി സിയിൽ ആവറേജ് കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് 20.10 പ്ലസ് 20.18 ഡിവൈഡ് ബൈ 2, 20.14 കിട്ടും. ഇനി ചെയ്യാമല്ലോ. ട്രൂ ലെങ്ത് ഇസ് ഈക്വൽ ടു മെഷേർഡ് ലെങ്ത് ഇൻറ്റു ഇൻകറക്റ്റ് ലെങ്ത് ഓഫ് ദ ചെയിൻ ഓർ ടേപ്പ് ഡിവൈഡ് ബൈ ഡെസ്റ്റിനേറ്റഡ് ലെങ്ത്. അപ്പം ഇവിടെ നമുക്ക് ട്രൂ ലെങ്ത് ഇസ് ഈക്വൽ ടു മെഷേർഡ് ലെങ്ത് എത്രയാണ്? ഫസ്റ്റ് കേസിൽ 2000 ഇൻറ്റു അവിടെ നമുക്ക് എറർ 20, ഇൻകറക്റ്റ് ലെങ്ത് 20.05 ഡിവൈഡ് ബൈ 20.
എത്ര വരും നമുക്ക് ആൻസർ? ഓക്കെ, പ്ലസ് ഇനി രണ്ടാമത്തെ പോർഷൻ എടുക്കുമ്പോഴത്തേക്ക് അവിടുത്തെ ഡിസ്റ്റൻസ് എത്ര തന്നെ? 2000 തന്നെയാണ്. കാര്യം ടോട്ടലാണ് 4000 കൗണ്ട് ചെയ്തത്. ഇൻറ്റു 20.14 ഡിവൈഡ് ബൈ 20. സോ ആൻസർ 4019 മീറ്റർ എന്ന് വരും. കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യേ. സ്ക്രീൻ ഷെയർ ഒന്ന് പോയതാണ്. Okay, 4090 മീറ്റർ കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദ മെത്തേഡ് ഓഫ് ഓറിയന്റിങ് എ പ്ലെയിൻ ടേബിൾ വിത്ത് 2 ഇൻഅക്സസിബിൾ പോയിന്റ്സ് ഇസ് നോൺ ആസ്. 2 ഇൻഅക്സസിബിൾ ആയിട്ടുള്ള പോയിന്റ് വെച്ചിട്ട് നമ്മൾ പ്ലെയിൻ ടേബിൾ ഓറിയന്റ് ചെയ്യുന്ന മെത്തേഡിന് എന്താണ് പറയുന്നത്? ഇന്റർസെക്ഷൻ, റിസെക്ഷൻ, ബാക്ക് സൈറ്റിംഗ്, 2 point പ്രോബ്ലം. പറഞ്ഞോളൂ ആൻസർ. യെസ്, ഇന്റർസെക്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ് ആണ്. ട്രാവേഴ്സിംഗ്, റിസെക്ഷൻ, ഇന്റർസെക്ഷൻ, റേഡിയേഷൻ. എന്നിട്ട് അതിന്റെ ഡെഫിനിഷൻസ്. പറഞ്ഞ മാച്ച് ചെയ്ത് ട്രാവേഴ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A4 ആണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ട്രേസ് ആർ ഡ്രോൺ ഓൺ ദ മാപ്പ് ബൈ സെറ്റിംഗ് അപ്പ് ടേബിൾ ഓവർ ഈച്ച് ഓഫ് ദ സ്റ്റേഷൻ ടുവേർഡ്സ് ദ സബ്സിക്വന്റ് സ്റ്റേഷൻ. A is 4. Then B റിസെക്ഷൻ ആണ്. B is 1, ടേബിൾ സെറ്റ് ചെയ്ത് സ്റ്റേഷൻ കണ്ടുപിടിക്കാനായിട്ട്. ദെൻ ഇന്റർസെക്ഷൻ ആണ്. Okay, 4, 1, 2, 3. അടുത്ത ക്വസ്റ്റ്യൻ, ദ പ്രോസസ് ഓഫ് ഡിറ്റർമിനിങ് ദ ലൊക്കേഷൻ ഓഫ് സ്റ്റേഷൻ on the map occupied by the plane table is called intersection, 3 point problem, traversing, resection. Location of the station എന്ന് പറയുമ്പോൾ തന്നെ ഏതാണത്? It is resection. Next question, contour, line of collimation, tie line, magnetic meridian. Contour എന്ന് പറഞ്ഞാൽ എന്താണ്? Points joining same elevation. ഇനി അടുത്തത് line of collimation, center of eyepiece B4. Then tie line എന്ന് പറഞ്ഞാൽ സബ്സിഡറി സ്റ്റേഷൻ ജോയിൻ ചെയ്യുന്നതാണ്. Then magnetic meridian, magnetic north, A3, B4, C2, D1. Okay. അടുത്ത ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. സർവേയിങ് ഓപ്പറേഷൻസ് വിത്ത് ദ വേർഡ് റെസിപ്രോക്കൽ ക്യാൻ ബി അസോസിയേറ്റഡ് വിത്ത് റേഞ്ചിങ്, ലെവലിംഗ്, കോണ്ടൂറിംഗ്. വിച്ച് ഓഫ് ദിസ് സ്റ്റേറ്റ്മെന്റ് ഇസ് കറക്റ്റ്? റെസിപ്രോക്കൽ എന്നുള്ള വാക്ക്
അസോസിയേറ്റ് ചെയ്തിട്ടുള്ള എവിടൊക്കെയാണ്? റേഞ്ചിങ് ഇല്ല, ലെവലിംഗ് ആൻഡ് കോണ്ടോറിങ് ആണ്. ഓപ്ഷൻ 2 and 3. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് എറർ ഇസ് മോർ സിവിയർ ഇൻ പ്ലെയിൻ ടേബിൾ സർവേയിങ്? ഡിഫക്റ്റീവ് സൈറ്റിംഗ്, ഡിഫക്റ്റീവ് ഓറിയന്റേഷൻ, മൂവ്മെന്റ് ഓഫ് ബോർഡ് ബിറ്റ്വീൻ സൈറ്റ്, നോൺ ഹൊറിസോണ്ടലിറ്റി ഓഫ് ബോർഡ് വെൻ പോയിന്റ്സ് ആർ സൈറ്റഡ് അറ്റ് ലാർജ് ഡിഫറൻസ് ഓഫ് ദ elevation. Okay. ഇപ്പോൾ ഡിഫക്റ്റീവ് ഓറിയന്റേഷൻ ആണ് കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, reciprocal leveling is adopted to decide the precise level between 2 points at a considerable distance apart. Reason, reciprocal leveling eliminates error due to curvature, refraction, and line of collimation not being exactly parallel to bubble line. Both A and R are true. R is a correct explanation of A. Both A and R are true, but R is not a correct explanation of A ആണ് കറക്റ്റ്. രണ്ടും കറക്റ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, the plotting of inaccessible point in a plane table survey can be done by the method of option C, intersection. To find the reduced level of a floor of a slab of a building, staff readings were taken from a particular setup to the leveling instrument. The readings were 1.05 meter with staff on the benchmark and 2.3 meter with staff below the roof slab and held inverted. Taking reduced level of the benchmark as 135.15 meter, the reduced level of the roof slab will be. ലെവലിംഗ് ഇൻസ്ട്രുമെന്റ് വെച്ച് നമ്മൾ റൂഫ് സ്ലാബിന്റെ റെഡ്യൂസ് ലെവൽ കാണുവാണ്. നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് രണ്ട് റീഡിങ്സ് കിട്ടിയിട്ടുണ്ട്. ബെഞ്ച് മാർക്കിൽ ഒരു സ്റ്റാഫ് വെച്ചിട്ടും അല്ലാതൊരു പോയിന്റ്. ബെഞ്ച് മാർക്കിൽ വെച്ചതാണ് 1.050 ആൻഡ് മറ്റേത് 2.3 മീറ്റർ. അപ്പോൾ നമുക്ക് ബെഞ്ച് മാർക്കിലുള്ള റീഡിംഗ് 135.15 മീറ്റർ ആണ്. അപ്പോൾ അവിടെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ആദ്യം HA കണ്ടുപിടിക്കാം. 135.15 പ്ലസ് 1.050 1.050. അത് ചെയ്താൽ മതി. ആൻസർ കിട്ടുക ഓപ്ഷൻ 138 ആണ്. അപ്പോൾ നമുക്ക് ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് കിട്ടി, അതിൽ നിന്ന് ഫോർസൈറ്റ് ആയ നമ്മുടെ വാല്യൂ കുറച്ചാൽ മതി. 2.30 മൈനസ് ഓഫ് മൈനസ് വരും, പ്ലസ് വരും. വേണമെങ്കിലും ചെയ്യാം. ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് ഇസ് ഈക്വൽ ടു റെഡ്യൂസ്ഡ് ലെവൽ ഓഫ് ദ ബെഞ്ച് മാർക്ക് പ്ലസ് കിട്ടുന്നുണ്ടോ? യെസ്.
ഇപ്പോൾ പറഞ്ഞതാണ്, മനസ്സിലായില്ല എന്താ പറഞ്ഞത്. ഈ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ പറഞ്ഞതാണ്. ഇത് വെബിനാർ സെഷനിൽ നമുക്ക് ഔട്ട്സൈഡേഴ്സ് ഒക്കെ ഉണ്ട്. നമ്മൾ ക്ലാസ്സിൽ ഓൾറെഡി എല്ലാ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തതായിരിക്കാം, പക്ഷെ ഇത് നമ്മൾ യൂസേഴ്സ് അല്ലാത്തവരും ഉണ്ട്. The combined correction for a curvature and refraction for a distance of 1400 meter. ഇതാണ് 0.0673 d square. 1400 meter ആണ് 0.0673 into 1000, 1.4 the whole square. And 0.132 meter. Next question, which of the following sides will be applicable for a change point? Change point il rendu edukkarundi, namukku back side um forth side um edukkarundi. Next question, an object on the top of a hill 100 meter high is just visible over the horizon from a station at sea level. The distance between the station and the object. അതായത് നമുക്ക് ഒരു ഒബ്സർവറിന് ഹില്ലിന്റെ മുകളിൽ നിൽക്കുമ്പോഴത്തേക്ക് വേറെ വസ്തുവിന്റെ ഹൊറൈസൺ വിസിബിൾ ഹൊറൈസൺ വെച്ച് കാണാൻ പറ്റും. അങ്ങനെയാണ് ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. 6.855 root of h. Sorry, 3.855 root of h. 3.855 into root of 100. ഹാൻഡ് റൈറ്റിംഗ് കുറച്ച് കൈക്കൊരു ഇതെന്നാണ് എഴുതുന്നത്. അപ്പോൾ നമുക്ക് 38.5 എന്ന് വരും. ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ് ആണ്. വെർട്ടിക്കൽ ക്ലിഫ്, സ്റ്റീപ്പ് സ്ലോപ്പ്, ഹിൽ, ഓവർഹാങ്ങിങ് ക്ലിഫ്. വെർട്ടിക്കൽ ക്ലിഫ് എന്താണ്? യുണൈറ്റ് ചെയ്യും, അതായത് കോണ്ടൂർ ലൈൻസ് ഓഫ് ഡിഫറെന്റ് എലിവേഷൻ മീറ്റ് അറ്റ് വൺ. സ്റ്റീപ്പ് സ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കോണ്ടൂർ വാല്യൂസ് വിത്ത് ഹയർ വാല്യൂസ് ഔട്ട്സൈഡ്. ദെൻ ഹില്ല്, സോറി, സ്റ്റീപ്പ് സ്ലോപ്പ് ആകുമ്പോഴത്തേക്ക് കോണ്ടൂർ ലൈൻസ് ആർ ക്ലോസ്ലി പാക്ഡ്. ദെൻ നെക്സ്റ്റ് വൺ ഇസ് ഹില്ല്. ഹില്ലിനകത്താണ് ഹയർ വാല്യൂസ്. ദെൻ സ്റ്റീപ്പ് സ്ലോപ്പ് എന്ന് പറയുന്നത് ഡിഫറെന്റ് എലിവേഷൻ ക്രോസ് വൺ ആണ്. അപ്പൊ ഇത് രണ്ടും ഓർത്ത് വെക്കുക. യുണൈറ്റ് ഫോം വൺ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേതാണ്? നമ്മുടെ വെർട്ടിക്കൽ ക്ലിഫ് ആണ്. ഇനി ക്രോസ് ഈച്ച് അതർ ആണെങ്കിൽ ഇറ്റ് ഈസ് ഓവർഹാങ്ങിങ് ക്ലിഫ്. Next question, consider the following assumption of Bowditch method. Angular measurements are more precise. ഒന്നുമില്ല, ആംഗുലർ മെഷർമെന്റും ലീനിയർ മെഷർമെന്റും ഒരേപോലെ പ്രിസൈസ് ആണ്. അതുകൊണ്ട് ഇത് രണ്ടും തെറ്റാണ്. എറർ ഇൻ ലീനിയർ മെഷർമെന്റ് പ്രൊപ്പോർഷണൽ ടു റൂട്ട് എൽ ആണ്. കറക്ഷൻ ഫോർ ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോങ്ങിറ്റ്യൂഡിന് ഇക്വേഷൻ കറക്റ്റ് ആണ്. അപ്പൊ 3 and 4 ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, നീഡിൽ ഓഫ് എ മാഗ്നറ്റിക് കോമ്പസ് ഇസ് ജനറലി സപ്പോർട്ടഡ് ഓൺ. Yes, dual bearing. The whole circle bearings of line OP and OQ are 18 degree 15 minutes and 335 degree 45 minutes respectively. What is the value of included angle QOP? അപ്പം നമുക്ക് QOP ആണ് വേണ്ടത്. QOP ആണ് നമുക്ക് തന്നിരിക്കുന്ന. OP 18 ഡിഗ്രി 15 മിനിറ്റും OQ 335 ഡിഗ്രി 45 മിനിറ്റും ആണ്. അപ്പം നോക്കുക, ഇവിടെ അകത്ത് നമുക്ക് തന്നിരിക്കുന്ന രണ്ട് ബെയറിങ്ങും നോക്കുക. OP യും OQ ആണ്. സ്റ്റാർട്ടിങ് ലെറ്റർ O ആണ്. കണ്ടുപിടിക്കേണ്ടത് QOP ആണ്. അതിലും സെക്കൻഡ് ലെറ്റർ
O ആണ്. അപ്പം ജസ്റ്റ് മൈനസ് ചെയ്ത് വെച്ചാൽ മതി. $307 കിട്ടും. ഇപ്പം വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഇപ്പം എക്സാം നമുക്കിനി ഒരു മാസം കംപ്ലീറ്റ് ഒരു മാസം കുറച്ച് ദിവസങ്ങളുമാണ് ഉള്ളത് ട്രേസറിന്റെ എക്സാമിന്. അപ്പോൾ അത് പഠിക്കുന്നവർ നന്നായിട്ട് പഠിച്ചെഴുതുക. കാര്യം വേക്കൻസീസ് ബിടെക്കാർക്ക് പോകാനുള്ള ചാൻസ് കുറവാണ്. അതുകൊണ്ട് നന്നായിട്ട് പഠിച്ചെഴുതി കഴിഞ്ഞാൽ സർവീസിൽ കയറാൻ പറ്റും. ഓക്കെ, അപ്പോൾ വേറൊന്നും ഇല്ലെങ്കിൽ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.